അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, പരിപാവനമായ ശഅബാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ പത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് അള്ളാഹുവിലേക്ക് നമ്മൾ ദുആരക്കേണ്ടത് കുറച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്കുകളെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, അള്ളാഹുവിനെ പുകഴ്ത്തുക, പടച്ചവനെ ഒന്ന് സ്മരിക്കുക. അതെങ്ങനെയാണ്? ദിക്റിലൂടെ, തസ്ബീഹുകളിലൂടെ, സ്വലാത്തിലൂടെയൊക്കെയാണ്, ഇസ്തിഗ്ഫാറിലൂടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിനെ ഒന്ന് പുകഴ്ത്തി അള്ളാഹുവിന് വേണ്ടി കുറച്ച് ദിക്റുകൾ ചൊല്ലിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. പടച്ച തമ്പുരാൻ നമ്മുടെ ഈ സദസ്സിനെ കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ പറയാൻ പോകുന്ന ഒരു ദിക്ർ അതിശ്രേഷ്ഠമായ ഒരു തസ്ബീഹ്. അതായത് ഈ തസ്ബീഹ് ഒരാൾ എത്രമാത്രം അധികരിപ്പിക്കുന്നോ അത്രമാത്രം അവൻ്റെ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. മാത്രമല്ല, എത്രമാത്രം അധികരിപ്പിക്കുന്നോ ആവർത്തിക്കുന്നോ അതിനനുസരിച്ച് അള്ളാഹു താല സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുക്കും. സ്വർഗത്തിൽ വൈഢൂര്യത്തിൻ്റെ കൊട്ടാരം അള്ളാഹു കൊടുക്കും. അവൻ്റെ തിന്മകൾ മായ്ച്ചു കളഞ്ഞ് നന്മകൾ അള്ളാഹു വർദ്ധിപ്പിക്കുന്നതാണ്. ഏതാണ് ആ ദിക്ർ? ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ആ ഒരു ദിക്ർ പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. 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 ഒരുപാട് ആപത്തുകളെ തൊട്ട് തടയപ്പെടുന്ന, ഒരുപാട് ജീവിതത്തിൽ നമുക്ക് വരുന്ന ആപത്തുകൾ, മുസീബത്തുകൾ, ഇടങ്ങേറുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിൽ നിന്നെല്ലാമുള്ള വലിയ കാവൽ കിട്ടുന്ന ഒരു ദിക്റാണ്. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അടങ്ങിയ, ഇസ്മുൽ ആളം അടങ്ങിയ ഒരു ചെറിയൊരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്നത്. യാ ഹയ്യൂ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. 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 യാ ഹയ്യൂ യാ ഖയ്യൂം
برحمتك أستغيث يا حي يا قيوم 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 برحمتك أستغيث. ഇനി നമ്മൾ അടുത്തതായി പറയാൻ പോകുന്ന ഒരു ദിക്ർ ജീവിതകാലം മുഴുവനും നമ്മൾ പറയേണ്ട ഒരു ദിക്റാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വലിയ നേട്ടമാണ്. ഒരുപാട് സഹോദരിമാർ ഗർഭിണികളാണ്, അവർക്കൊക്കെ ഖൈറായ നല്ല പ്രസവമുണ്ടാവാൻ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളുണ്ടാവാൻ, മക്കളുണ്ടായിട്ട് മക്കൾ നന്നാവാൻ ദ്വാരക്കുന്നവരുണ്ട്, ആ മക്കളൊക്കെ ഒന്ന് നന്നായി കിട്ടാൻ, അതുപോലെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, കടങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, മാറാരോഗങ്ങൾ, ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അതുപോലെ കരളിന് പ്രശ്നം, കിഡ്നിക്ക് പ്രശ്നം, ഇതുപോലെ 100 പ്രശ്നങ്ങളൊക്കെ മാറാനുള്ള ഏറ്റവും വലിയ ഒരു ദിക്ർ, ഏറ്റവും വലിയൊരു ദിക്ർ, സ്വർഗത്തിൻ്റെ നിധിയാണെന്ന് പോലും മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവരും ഒന്നിച്ച് പറയുക. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, 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 ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ അല്ലാഹുവിലേക്ക് ഒരുപാട് ദുആ ചെയ്യാറുണ്ടല്ലോ. നമ്മൾ ആദ്യമായി ദുആ ചെയ്യുമ്പോൾ പറയേണ്ടത് അല്ലാഹുവേ തെറ്റുകൾ എനിക്ക് പൊറുക്കപ്പെട്ട് തരണം എന്നാണ്. അപ്പോൾ അല്ലാഹുവിലേക്ക് നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളെല്ലാം, അത് ലക്ഷക്കണക്കിന് തെറ്റുകളാണെങ്കിലും കോടിക്കണക്കിന് തെറ്റുകൾ, പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു അത്ഭുത
ദിക്റാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടതായിട്ട് പറഞ്ഞിട്ടുള്ളത്. കോടിക്കണക്കിന് പാപങ്ങൾ പുറത്തു കിട്ടുന്ന അത്ഭുതകരമായ ഒരു ദിക്ർ, ഒരു തസ്ബീഹ്. ഏതാണത്? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ച് പറയുക. അള്ളാഹുവിൻ്റെ ഇസ്മുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു അത്ഭുത ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിലും അവിടുത്തെ സ്വഹാബാക്കളുടെ പേരിലും അവിടുത്തെ കുടുംബത്തിൻ്റെ പേരിലും സ്വലാത്തും സ്വലാമും ചൊല്ലിയിട്ടുള്ള ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. അതിശ്രേഷ്ഠമായ ഒരു സ്വലാത്താണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഒന്നിച്ച് പറയുക. اللهم صل على محمد وعلى آله وصحبه وسلم. 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 اللهم صل
صل على محمد وعلى آله وصحبه وسلم اللهم 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 صل على محمد وعلى آله وصحبه وسلم പരിശുദ്ധമായ റജബ് മാസം വിട പറഞ്ഞു. ശഅബാനിലാണ് നമ്മൾ ഉള്ളത്. റജബ് മാസത്തിൽ തൊട്ടേ നമ്മൾ ദ്വാരക്കുന്ന ഒരു ദ്വായുണ്ട് ബറക്കത്തിന് വേണ്ടി. അപ്പോൾ റജബ് മാസം കഴിഞ്ഞു, ഇനി ആ ദ്വാ വേണ്ട എന്നല്ല, ഇനിയും ആ ദ്വാ വേണം. അപ്പോൾ റജബ് മാസത്തിലെ ബറക്കത്തുകൾ നിലനിന്ന് കിട്ടാനും വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഒരുപാട് ബറക്കത്തുകൾ നേടിയെടുക്കാനും റമളാനിലേക്ക് എത്തി റമളാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും മുത്ത് റസൂല് പഠിപ്പിച്ച ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് നല്ല മനസാന്നിധ്യത്തിൽ പറയുക. اللهم بارك لنا في رجب وشعبان وبلغنا رمضان 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 اللهم بارك لنا في رجب وشعبان وبلغنا رمضان. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളായ നമുക്ക് നൽകിയ ഒരു സമ്മാനമുണ്ട്. മൂസാ നബിയുടെ സമ്മാനം ആർക്ക്? നമുക്ക്. ഏതാണത്? ഒരു ദിക്റാണ്. സ്വർഗത്തിൽ ഒരു മനുഷ്യൻ വൃക്ഷം നടുന്നത് പോലെയുള്ള പ്രതിഫലം അല്ലാഹു തആല ദുന്യാവിൽ ഈ ഒരു ദിക്ർ പറഞ്ഞാൽ അവനിക്ക് നൽകുന്നതാണ്. അതായത് ദുന്യാവിൽ ഒരു ദിക്ർ പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു വൃക്ഷം നട്ട പ്രതിഫലമാണ്, അല്ലെങ്കിൽ വൃക്ഷം നടുന്നത് പോലെയാണ്, വൃക്ഷം നട്ടവനാണ് എന്ന് ഇതിൻ്റെ പ്രതിഫലത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. ഏതാണ് ആ ദിക്ർ? നമ്മളൊക്കെ സാധാരണ നിസ്കാരങ്ങൾക്കൊക്കെ ശേഷം പറയാറുള്ള ദിക്റാണ്. ആ ദിക്റുകൾ 2-3 ദിക്റുകൾ ചേർത്തിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയുക. അതിശ്രേഷ്ഠമായ ദിക്റാണ്. അല്ലാഹു തആല ഈ ദിക്റിൻ്റെ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ. ആമീൻ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി
വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. രണ്ടു വട്ടം നമ്മൾ അൽഹംദുലില്ലാഹ് സൂറത്തു ദുഖാനിൻ്റെ 1 മുതൽ 8 വരെയുള്ള ആയത്ത് ഓതിയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ സമയം പോലെ ഓതി തീർക്കുക 13 പ്രാവശ്യം. നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കേണ്ടവരാണ്. മരിക്കുന്ന സമയത്ത് കെലിമ ചൊല്ലി മരിക്കാനും മരണത്തിന് ശേഷമുള്ള ഖബറാകുന്ന അതുപോലെ മഹ്ശറയാകുന്ന ലോകത്തൊക്കെ എല്ലാവിധത്തിലുള്ള വിജയങ്ങൾ കിട്ടാനും മഹത്തുക്കളായ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ച ചെറിയൊരു ദുആയുണ്ട്. നമുക്ക് ആ ദുആ ഒന്ന് പറഞ്ഞാലോ? എല്ലാവരും ഇത് സ്വന്തമായി നമ്മുടെ ദുആകളിലൊക്കെ ഉൾപ്പെടുത്തിയാൽ വളരെ ഖൈറാണ്. ഏതാണ് ആ ദുആ? اللهم بارك في الموت وفيما بعد الموت 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 بعد الموت اللهم بارك في الموت وفيما 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 بعد الموت
അൽഹംദുലില്ലാ, നമ്മുടെ ദിക്റിൻ്റെ, സ്വലാത്തിൻ്റെ, തസ്ബീഹിൻ്റെ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദ്വാരക്കുകയാണ്. അള്ളാഹു തആല നമ്മുടെ ഈ ഒരു സദസ്സിനെ സ്വീകരിക്കട്ടെ. ഇതുപോലുള്ള ഇൽമിൻ്റെ മജ്ലിസിൽ, ഈ ദിക്റിൻ്റെ മജ്ലിസിൽ, സ്വലാത്തിൻ്റെ മജ്ലിസിൽ ഇരിക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അർഹമുർ റഹീമീനായ രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, തെറ്റുകൾ പറ്റിയവരാണ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ, സ്വലാത്തിന്റെ, തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളുടെ ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഒറ്റക്കും കൂട്ടായും അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി രഹസ്യവും പരസ്യവുമായി ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്. ഞങ്ങൾ ഏറ്റുപറയുകയാണ്, എല്ലാ തെറ്റുകളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഉസ്താദുമാര്, ഭാര്യമാര്, അതുപോലെ ഭർത്താക്കന്മാര്, മക്കള്, മരുമക്കള്, പേരക്കുട്ടികള്, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവൻ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരു ദിക്റിന്റെ മജ്ലിസിനെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന അമലുകളെ, പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. ഒരുപാട് പേര് രോഗികളായി കഴിയുന്നുണ്ട്. എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, ഞങ്ങളുടെ കിഡ്നിക്ക് പ്രോബ്ലം ആക്കല്ലേ റഹ്മാനെ. കരള് നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും നീ ഖുവ്വത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങൾക്ക് ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഇനി നിന്റെ ഖളായിൽ ഞങ്ങൾക്ക് മരണം അടുത്താണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ റബ്ബേ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി എല്ലാവരോടും പൊരുത്തം ചോദിച്ച് ആരോടും പിണക്കമില്ലാതെ നല്ല സ്വാലിഹായ മരണം, സ്വാലിഹായ ആളുകൾ മരിക്കുന്നത് പോലെയുള്ള നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. രോഗികളായ ആളുകളുണ്ട്, അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ, അതുപോലെ തന്നെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, അതുപോലെ തന്നെ ഒരുപാട് പ്രവാസികളായ ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നീ ഖൈറും സലാമത്തും കൊടുക്കണേ അല്ലാ. പ്രവാസികളായ ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ ദുആ വസിയത്ത്, അല്ലാഹുവേ, അവരുടെ കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ. ഒരുപാട് സാലറികൾ പെൻഡിങ് ആണെന്ന് പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ആ പ്രതിസന്ധി നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, പരിശുദ്ധമായ ശഅബാനിൽ ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. വരുന്ന റമദാൻ മാസത്തെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അതുവഴി സ്വർഗത്തിൽ കടക്കാനും തൗഫീക്ക് നൽകണേ റഹ്മാനെ. കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. മാനസികമായ പ്രയാസങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൽ അസ്വസ്ഥതകൾ എല്ലാം നീ മാറ്റി സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ വരികയാണ്, ഉന്നതമായ വിജയം നൽകണേ അല്ലാ. SSLC പരീക്ഷയുണ്ട്, +1, +2, അതുപോലെ മറ്റ് ചെറിയ ക്ലാസ്സുകൾ, വലിയ ക്ലാസ്സുകൾ, ഡിഗ്രി, എല്ലാ മക്കളുടെയും പരീക്ഷകൾ നീ എളുപ്പത്തിലാക്കണേ അല്ലാ. നല്ല മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മക്കൾക്ക് നീ ബുദ്ധി കൊടുക്കണേ അല്ലാ, ബുദ്ധികൂർമ്മത കൊടുക്കണേ അല്ലാ. അല്ലാഹു, പടച്ചവനെ, പഠിച്ചതൊക്കെ ഓർമ്മയിൽ വെച്ച് നല്ലതുപോലെ പരീക്ഷ എഴുതാനുള്ള തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നീ മക്കളിലുള്ള ദുശീലങ്ങൾ മാറ്റി തരണേ റഹ്മാനെ. ഒരുപാട് വാശിയുള്ളവരുണ്ട്, അതുപോലെ മയക്കുമരുന്നിന് അടിമകളായവർ, അതുപോലെ തന്നെ മോശത്തരത്തിന് അടിമയായവർ, മൊബൈലിന് അഡിക്റ്റ് ആയവർ, റഹ്മാനെ, എല്ലാവിധത്തിലുള്ള ദുശീലങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സദസ്സ് കാണുന്ന, ഈ സദസ്സ് സ്ഥിരമായി കേൾക്കുന്ന, ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഒരുപാട്
ഒരുപാട് ദുആ വസിയത്ത് പറഞ്ഞവരാണ്. എല്ലാവരുടെയും എല്ലാ ദുആ വസിയത്തുകളും നീ ഖബൂലാക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും മാറ്റി തരണേ അല്ലാ. അല്ലാഹുവേ പ്രതിസന്ധികൾ മാറ്റി തരണേ അല്ലാ. അല്ലാഹുവേ നിന്റെ ഖൈർ എന്താണോ അത് ഞങ്ങൾക്ക് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ പറഞ്ഞു മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തവരാണ്, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്, എല്ലാം നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേര് ഒരുപാട് അസുഖങ്ങൾ ബാധിച്ച് ചികിത്സയിലാണ്. അവർക്കെല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. ഒരുപാട് പേര് ക്യാൻസർ രോഗികളാണ്, മറ്റു രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ റബ്ബേ, എല്ലാവർക്കും ഞങ്ങൾക്കും അവർക്കും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈറും സലാമത്തും ഏറ്റി നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ലോക മുസൽമാൻ നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ റഹ്മാനെ. അല്ലാഹു ഇന്ത്യ മുസ്ലിമീങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഫലസ്തീനിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുആഇന്റെ ഈ ദിക്റിന്റെ ഒക്കെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം നീ തട്ടി മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഇനിയുള്ള ദിവസങ്ങളിൽ നിന്റെ ഹിഫാദത്ത് നൽകണേ അല്ലാ. പറ്റിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്, അതിനെ തൊട്ട് കാക്കണേ അല്ലാ. വഞ്ചിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഹലാലായ പൈസ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹറാമായ പൈസയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജോലികളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മറ്റുള്ളവർ ഞങ്ങളെ പറ്റിച്ച് ഞങ്ങളുടെ പൈസ കൊണ്ടുപോകുന്ന, ഞങ്ങളുടെ സമ്പത്ത് കവർന്നു കൊണ്ടുപോകുന്ന അവസ്ഥ വരുത്തല്ലേ റഹ്മാനെ. ഒരുപാട് പേര് ഗതികേട് കൊണ്ട് റബ്ബേ ബാങ്ക് ലോൺ എടുത്തവരാണ്, അതടക്കാൻ പ്രയാസപ്പെടുന്നവരാണ്. അതുപോലുള്ള അവസ്ഥകൾ ആർക്കെല്ലാം ഉണ്ടോ എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹു അതുപോലുള്ള അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ വരുത്തല്ലേ റഹ്മാനെ. സാമ്പത്തികമായ ഭദ്രത നൽകണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, ഖൈറായിട്ട് നീ അത് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, സുഖപ്രസവം കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹു പടച്ചവനെ, ഞങ്ങൾ ഈ ചെയ്യുന്ന ഇബാദത്തുകൾ, പ്രത്യേകിച്ച് ബറാഅത്ത് രാവിലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് ഇബാദത്തുകളുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായി വരുന്ന വർഷങ്ങളിൽ നല്ല സലാമത്ത് നൽകണേ അല്ലാ. എല്ലാ അപകടങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ചതികളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ ജിസിക്കിൽ നീ വിശാലത നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് മരണം എപ്പോഴാണോ വിധിച്ചിട്ടുള്ളത് ഖൈറായ മരണം തരണേ അല്ലാ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവർക്കും ഞങ്ങൾക്കും നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. നമ്മൾ ഒരുപാട് ദിക്റുകൾ സ്വലാത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ദിവസങ്ങളിലും നമുക്ക് ഇതുപോലുള്ള ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് സംഘടിപ്പിക്കണം. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, ദുആഇനെ കബൂലാക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.